ഒരിക്കൽ ഒരു കുട്ടി സ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ അകപ്പെട്ടുപോയി. ഗുരുതരമായി പൊള്ളലേറ്റ അവന്റെ കാലുകളിലെ മാംസവും ഇടതുകാലിലെ വിരലുകളും നഷ്ടപ്പെട്ടു. ആ പിഞ്ചു കാലുകൾ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും മാതാപിതാക്കൾ അനുവദിച്ചില്ല. ആ കുട്ടി മരിച്ചു പോകുമെന്നും രക്ഷപ്പെട്ടാൽ സാധാരണഗതിയിൽ നടക്കാൻ സാധ്യതയില്ലെന്നും ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ രക്ഷപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ അരയ്ക്ക് താഴേക്ക് അവന്റെ ചലനശേഷി നഷ്ടപ്പെടുകയായിരുന്നു. അവന്റെ നേർത്ത കാലുകൾ നിർജീവമായി തൂങ്ങിക്കിടന്നു. വീട്ടിലെത്തി കിടക്കയിലും വീൽചെയറിലുമായി അവൻ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. ഒരു ദിവസം വീട്ടിലേക്ക് പൂന്തോട്ടത്തിലേക്ക് അമ്മ അവനെ കൊണ്ടുവന്നു. അവൻ വീൽചെയറിൽ നിന്ന് പുല്ലിന് പുറത്തേക്ക് നിരങ്ങിയിറങ്ങി. പിന്നെ പയ്യെ കാലുകൾ പിന്നിലേക്ക് വലിച്ച് നിരങ്ങാൻ തുടങ്ങി. വേലിയുടെ അടുത്തെത്തിയ അവൻ സ്വയം പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷേ വീണുപോയി. എന്നിട്ടും ആവർത്തിച്ച് ശ്രമിച്ചു. തൻ്റെ ദുർബലമായ കാലുകൾ കുത്തി അവൻ നിൽക്കാൻ ശ്രമിച്ചു. നിന്നു കഴിഞ്ഞപ്പോൾ വേലിയിൽ മുറുകെ പിടിച്ച് കാൽ മുന്നോട്ട് വലിച്ചു വെച്ചു. തളരാതെ നടക്കാനായിരുന്നു അവൻ്റെ മനസ്സിൻ്റെ ദൃഢനിശ്ചയം. ശരീരം അനുവദിക്കാത്തപ്പോൾ പോലും സഹായമില്ലാതെ നടക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ എല്ലാ ദിവസവും ഇക്കാര്യം ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ്റെ പരിശ്രമം കണ്ട അമ്മയും അച്ഛനും അവനെ തെറാപ്പിക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. സ്ഥിരോത്സാഹവും ദൃഢനിശ്ചയവും കൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്നു. പതിയെ കാലുകൾ മുന്നോട്ട് ചലിപ്പിച്ചു. അവൻ സ്കൂളിലേക്ക് നടക്കാൻ തുടങ്ങി. പിന്നീട് ഓടിത്തുടങ്ങി. പൂർണ്ണമായ ആനന്ദത്തിനായിരുന്നു അവൻ്റെ ഓട്ടം. പിന്നീട് കോളേജിലെ ട്രാക്ക് ടീമിലേക്കും അവൻ ഇടം നേടുകയായിരുന്നു. 1934 ഫെബ്രുവരി ന്യൂയോർക്ക് നഗരത്തിലെ പ്രശസ്തമായ മാഡിസൺ സ്ക്വയർ ഗാർഡൻ ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാതിരുന്ന, ഓടാൻ കഴിയില്ലെന്ന് ലോകം വിധിയെഴുതിയ ആ ചെറുപ്പക്കാരൻ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മൈൽ ദൂരം ഓടിത്തീർത്തു. ദൃഢനിശ്ചയമുള്ള ആ യുവാവായിരുന്നു അമേരിക്കയിലെ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള സള്ളിവൻ അവാർഡ് നേടിയ ഡോക്ടർ ഗ്ലെൻ കണ്ണിംഗ്ഹാം. ദൃഢനിശ്ചയത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായ ഗ്ലെൻ കണ്ണിംഗ്ഹാം നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രചോദനമാണ്. ഭിന്നശേഷിക്കാരൻ എന്ന് ലോകം വിധിയെഴുതിയെടുത്തു നിന്ന് ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായി മാറിയ ഗ്ലെൻ കണ്ണിംഗ്ഹാമിൻ്റെ വാക്കുകൾ നമുക്കും പ്രചോദനമാണ്. ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നിടത്തോളം അത് അസാധ്യമല്ല. എല്ലാ സാധ്യതകളും നമുക്കെതിരായി നിൽക്കുമ്പോഴും പ്രതീക്ഷിക്കാൻ ഇനിയൊന്നുമില്ലെന്ന് കരുതുമ്പോഴും എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമെന്നതിൻ്റെ ഉജ്ജ്വലമായ സാക്ഷ്യമാണ് ഗ്ലെൻ കണ്ണിംഗ്ഹാം എന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ വാക്കുകളും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ തിരിച്ചടികളും വിഷമങ്ങളിലും നിരാശപ്പെട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് പോവുകയല്ല, അതിനെല്ലാം വെല്ലുവിളികളായി സ്വീകരിച്ച് അതിനെയെല്ലാം അതിജീവിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. തോൽക്കില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ കരുത്തിലായിരിക്കണം.